ജിം റോണിന്റെ മറ്റൊരു ഐഡിയ, വരുമാനം ഉണ്ടാക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ എന്തെല്ലാം ലളിതമായിട്ട് ചെയ്യാം എന്ന് ജിം റോൺ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് ഐഡിയ ജനറേറ്റ് ചെയ്യുക. ഐഡിയ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ ചിന്തിക്കാൻ ഒരു സമയം കണ്ടെത്തണം. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നമ്മുടെ കൈകളിലേക്ക് വരുമാനം എത്തിക്കാനുള്ള മേഖലകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ കാമായിട്ട് ആ മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും സമയം മാറ്റിവെച്ചിരിക്കണം. അങ്ങനെ ചിന്തിക്കാൻ സമയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ ചിന്തയിലൂടെ നമുക്ക് വ്യത്യസ്തങ്ങളായ ധാരാളം ഐഡിയകൾ നമ്മുടെ മുന്നിലേക്ക് വരും. പലരും പറയാറുണ്ട്, എന്റെ ക്ലാസ്സിലൊക്കെ വരുന്ന സ്റ്റുഡൻസ് എന്നോട് പറയാറുണ്ട്, ഐഡിയാസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിക്കും. അപ്പോ ഐഡിയാസ് കിട്ടാൻ നമുക്ക് പഠിക്കാം, പക്ഷെ എന്നാലും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് പലപ്പോഴും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, നിങ്ങൾ സമാധാനമായിട്ട് ഒരു ദിവസം നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ഏരിയയെ കുറിച്ച്, അതിൽ വിജയിക്കാനുള്ള പല മാർഗങ്ങളെ കുറിച്ച് സമാധാനമായിട്ട് ഒന്ന് ആലോചിക്കുക. വീണ്ടും 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 നിങ്ങൾ തിങ്ക് ചെയ്യുക. ചിന്തിക്കും തോറും നിങ്ങൾക്ക് പുതിയ 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 ഐഡിയാസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, പറഞ്ഞാൽ തെറ്റായി പോവോ, ചെയ്താൽ തെറ്റായി പോകോ, നെവർ. അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്ന സമയത്താണ് അതിൽ മറ്റ് പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതാണ്, എവിടെയെങ്കിലൊക്കെ ഒരു വിജയിച്ച മോഡലുകളെ കാണുന്ന സമയത്ത്, അയ്യോ ഞാൻ ആ ഐഡിയ ചിന്തിച്ചതായിരുന്നു, ഞാൻ അന്ന് അത് ആലോചിച്ചതായിരുന്നു, അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചത് കൊണ്ടാണ്. അപ്പൊ ഒരിക്കലും നമ്മൾക്ക് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, അത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക, എക്സിക്യൂട്ട് ചെയ്യുക.